ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ന്യൂ ഇയർ ഒക്കെ അല്ലേ, ഇന്ന് മുതൽ പുതിയൊരു ഫുഡ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഫുഡ് ചലഞ്ചിൻ്റെ പേരാണ് വിറ്റമിൻ ഫുഡ് ചലഞ്ച്. അതായത് ഇന്ന് മുതൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൽ ഏതെങ്കിലും ഒരു വിറ്റമിൻ കൂടുതലായും അടങ്ങിയിട്ടുണ്ടാകും. അത് ഏത് വിറ്റമിൻ ആണെന്ന് ഞാൻ ഓരോ ദിവസവും വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി നിങ്ങളും ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കണം. അപ്പോൾ നമുക്കിന്ന് ആദ്യം തന്നെ വിറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കാം. വിറ്റമിൻ എ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കണ്ണിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും വളരെ അത്യാവശ്യമാണ്. ഇലക്കറികളിൽ ധാരാളം വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിന്നൊരു ചീരത്തോരൻ ഉണ്ടാക്കാം. നമ്മളിന്ന് ചട്ടിയിലാണ് ചീരത്തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഏകദേശം ഒരു അര കഷ്ണം സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള അധിക നേരം വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, ചെറുതായി ഇതുപോലൊന്ന് സോഫ്റ്റ് ആവുകയേ വേണ്ടൂ. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ഞാനിത് നല്ല ചുവന്ന ചീര കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചീര നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 7 മിനിറ്റ് കഴിഞ്ഞു. ചീര നന്നായി വെന്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ചട്ടിയിലാണെങ്കിൽ ഇത് അടിക്ക് പിടിച്ചു പോകും എന്നുള്ള പേടിയുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.